അടുത്തതായി അമ്മ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്ന കഥ കാട്ടിലെ ബുദ്ധിമാൻ എന്ന കഥയാണ്. കൂട്ടുകാർക്ക് കാട്ടിലെ ആ ബുദ്ധിമാൻ ആരാണെന്ന് അറിയാൻ ആകാംക്ഷയായി അല്ലേ? എന്നാ കേട്ടോളൂ കൂട്ടുകാരെ. പണ്ടൊരു കാട്ടിൽ ഒരു കടുവയുണ്ടായിരുന്നു. വീരു എന്നായിരുന്നു അവന്റെ പേര്. അതീവ ശക്തിമാനായിരുന്നു അവൻ. ആ കാട്ടിൽ മുമ്പുണ്ടായിരുന്ന സിംഹത്തിനെ തോൽപ്പിച്ച വീരുവാണ് ഇപ്പോൾ ആ കാട്ടിലെ രാജാവ്. സിംഹത്തിനെ തോൽപ്പിച്ച അന്ന് തന്നെ വീരു അത് സ്വയം പ്രഖ്യാപിച്ചതാണ്. ആ യുദ്ധത്തിൽ തോറ്റ സിംഹത്തെ വീരു കാട്ടിൽ നിന്നും പുറത്താക്കി. അവന്റെ സിംഹാസനവും വീരു കൈക്കലാക്കി. താനാണ് ഇപ്പോഴത്തെ രാജാവ് എന്ന് മറ്റു മൃഗങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി കാട്ടിലിറങ്ങി മറ്റു മൃഗങ്ങളെ പേടിപ്പിക്കുക എന്നതാണ് വീരു കടുവയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഒരു ദിവസം ഗുഹയിലിരിക്കുമ്പോൾ അവൻ ഓർത്തു, താൻ തന്നെയാണ് ഇപ്പോൾ കാട്ടിലെ രാജാവ്. അത് തന്റെ ശക്തിയുടെ പിൻബലത്തിൽ മാത്രമാണ്. എന്നാൽ ബുദ്ധിയുടെ കാര്യത്തിലോ? ഇനി ഭാവിയിൽ വേറൊരാൾ തന്നെ ബുദ്ധിയിൽ തോൽപ്പിച്ച് തന്റെ രാജാവിന്റെ സ്ഥാനം തട്ടിയെടുത്താലോ? വീരു ഓർത്തു. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വീരു അത് ശ്രദ്ധിച്ചത്. ഹോ, തന്റെ ഗുഹയിൽ വല്ലാത്തൊരു ദുർഗന്ധം തന്നെ. സഹിക്കാൻ പറ്റുന്നില്ല. ഈ ദുർഗന്ധം മാറ്റുവാൻ എന്താണൊരു വഴി? ആരോട് ഉപദേശം തേടും? അപ്പോഴാണ് വീരവന് ഒരു ബുദ്ധി ഉദിച്ചത്. പെട്ടെന്ന് തന്നെ കാട്ടിലൊരു വിളംബരം പുറപ്പെടുവിച്ചു. വീരു രാജാവിന് ഒരു മന്ത്രിയെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ രാജാവിന്റെ അടുത്തേക്ക് ഉടൻ എത്തിച്ചേരേണ്ടതാണ്. ഇതൊരു മത്സരമായിരിക്കും. ആർക്കും പങ്കെടുക്കാം. കാട്ടിലെ ആ ബുദ്ധിമാനെ മത്സരത്തിന് ശേഷം വീരു രാജാവായിരിക്കും തിരഞ്ഞെടുക്കുക. അവനായിരിക്കും പിന്നീടുള്ള കാലം വീരു രാജാവിന്റെ മന്ത്രി. വിളംബരം കേട്ടപ്പോൾ പല മൃഗങ്ങൾക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം തോന്നി. പക്ഷേ വീരു കടുവയെ കാണുമ്പോൾ തന്നെ അവർ പേടിച്ചു വിറയ്ക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും ആരും തന്നെ അതിന് ധൈര്യപ്പെട്ടില്ല. ആ കാട്ടിൽ സൂത്രശാലിയായ 3 മൃഗങ്ങളുണ്ടായിരുന്നു. ചിണ്ടൻ എന്ന കുറുക്കനും, ശംഭു എന്ന കഴുത, കിങ്ങിണി എന്ന പൂച്ച. അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. 3 പേരും തങ്ങളുടെ മനസ്സിൽ ഓരോരോ പദ്ധതികൾ ആവിഷ്കരിച്ച് വീരുകടുവയുടെ ഗുഹയിലേക്ക് നടന്നു. 3 പേരും വീരുവിന്റെ ഗുഹയിലേക്ക് എത്തി. തന്റെ ഗുഹയുടെ മുന്നിലെത്തിയ കുറുക്കനെയും കഴുതയെയും പൂച്ചയും മാറി മാറി വീരുകടുവ നോക്കി. അവൻ മനസ്സിൽ പറഞ്ഞു, കാട്ടിൽ എത്രയോ മൃഗങ്ങളുണ്ട്, എന്നിട്ടോ മത്സരത്തിനായി എത്തിയത് ഇവർ 3 പേർ മാത്രം. അപ്പോൾ കാട്ടിൽ എല്ലാ മൃഗങ്ങൾക്കും തന്നെ അത്രമാത്രം പേടിയാണ്. വീരുകടുവ മനസ്സിലോർത്ത് സന്തോഷിച്ചു. എന്നിട്ടും ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ധൈര്യത്തോടെ എത്തിയ ഇവർ 3 പേരും ചില്ലറക്കാരല്ല. ഇതിൽ ഏതോ ഒരു ബുദ്ധിമാനുണ്ട്. വീരു മനസ്സിൽ ഉറപ്പിച്ചു. വീരു എന്താണ് മത്സരമെന്ന് നേരിട്ട് പറയാതെ ഒരടവ് പ്രയോഗിച്ചു. വീരു അവരോട് പറഞ്ഞു, മത്സരമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുൻപായി നിങ്ങൾ ഈ ഗുഹയിലേക്ക് നോക്കിയേ. അവർ 3 പേരും ഗുഹയിലേക്ക് നോക്കി. അപ്പോൾ വീരുകടുവ പറഞ്ഞു, നിങ്ങളൊന്ന് മണപ്പിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്തെങ്കിലും മണമോ മറ്റോ അനുഭവപ്പെടുന്നുണ്ടോ? വീരുകടുവ ചോദിച്ചു. ഇത് കേട്ടതും വീരുകടുവയുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ വേണ്ടി ചിണ്ടൻ കുറുക്കൻ പറഞ്ഞു, പ്രഭു, എന്ത് സുഗന്ധമാണ് അങ്ങയുടെ ഗുഹയിൽ. പറഞ്ഞു തീരുന്നതിന് മുൻപ് വീരുകടുവ ഒരടി വെച്ച് കൊടുത്തു. അടി കൊണ്ട് ചിണ്ടൻ കുറുക്കൻ ബോധം കെട്ട് വീണു. ഇത് കണ്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു കിങ്ങിണി പൂച്ചയും ശംഭു കഴുതയും. അപ്പോൾ വീരുകടുവ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ
ശംഭു കഴുത പറഞ്ഞു, പ്രഭു, എന്ത് ദുർഗന്ധമാണ് അങ്ങയുടെ ഗുഹയിൽ. നാണമില്ലേ അങ്ങേക്ക് ഈ ഗുഹയിൽ താമസിക്കാൻ? പറഞ്ഞത് സത്യമാണെങ്കിലും തന്നെ കളിയാക്കിയ പോലെ തോന്നിയ വീരക്കടുവ ആ ദേശത്തിൽ ശംഭു കഴുതയെ അടിച്ചു നിലത്തിട്ടു. ഈ ദേശത്തിൽ അലറിക്കൊണ്ട് വീരക്കടുവ കിങ്ങിണി പൂച്ചയോട് ചോദിച്ചു, എന്റെ ഗുഹയിൽ എന്തെങ്കിലും മണമുണ്ടോ? കിങ്ങിണി പൂച്ചയ്ക്ക് അപ്പോൾ കാര്യം മനസ്സിലായി. ഇത് തന്നെയാണ് യഥാർത്ഥ മത്സരമെന്ന് കിങ്ങിണി ഉറപ്പിച്ചു. അവൻ വിനയപൂർവ്വം പറഞ്ഞു, പ്രഭു, എനിക്ക് 2 ദിവസമായി ജലദോഷമാ. അതുകൊണ്ട് അങ്ങയുടെ ഗുഹയിലുള്ളത് എന്ത് തരം മണമാണെന്ന് അടിയനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. കിങ്ങിണിയുടെ ആ ഉത്തരം വീരക്കടുവയ്ക്ക് നന്നേ ബോധിച്ചു. അവസരത്തിനൊത്ത് ഉത്തരം പറഞ്ഞ് സ്വയം രക്ഷപ്പെട്ട അവന് ആപത്ഘട്ടത്തിൽ ബുദ്ധി ഉപയോഗിച്ച് തന്നെ രക്ഷപ്പെടുത്തുവാനുള്ള കഴിവുള്ളവനാണെന്ന് വീരക്കടുവയ്ക്ക് ബോധ്യമായി. അങ്ങനെ വീര തന്റെ കാട്ടിലെ ബുദ്ധിമാനെ കണ്ടെത്തി. പിന്നീടുള്ള കാലം കിങ്ങിണിപ്പൂച്ച ആയിരുന്നു വീരക്കടുവയുടെ മന്ത്രി. കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ബുദ്ധിമാനായ പൂച്ചയുടെ ഈ കഥ? അതെ കൂട്ടുകാരെ, ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യവും നമ്മൾ നേരിടേണ്ടത് ബുദ്ധി കൊണ്ടായിരിക്കണം. ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ 1-2 വട്ടം ആലോചിച്ച ശേഷം നമുക്ക് ശരിയെന്ന് ഉറപ്പ് വരുത്തി മാത്രമേ ചെയ്യാവൂ. കണ്ടില്ലേ നമ്മുടെ ഈ പൂച്ചക്കുട്ടൻ എങ്ങനെയാണ് കടുവച്ചാരുടെ മന്ത്രിയായതെന്ന്? പൊന്നു